വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ മോനെ ദിനേശ. അതെ ഗൈസ്, നമ്മൾ കുറച്ച് നാൾ ഒരു ഗ്യാപ്പ് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പൂർവാധികം ശക്തിയോടുകൂടി ഇന്ന് മുതൽ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് മൂന്നാറാണുള്ളത്. മൂന്നാറിൽ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒക്കെ ശേഷം വേറൊരു കൊമ്പൻ ഇറങ്ങിയേക്കാണ്. വേറെ ആരുമില്ല, ഒരു നീലക്കൊമ്പൻ. അത് ഏതാണെന്നറിയില്ലേ, നമുക്ക് കാണിച്ചു തരാം. വേറെ ആരുമില്ല, KSRTC പുതിയത് ഇറങ്ങിയാണ്, റോയൽ വ്യൂ ക്യാബാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വിശേഷത്തിലേക്ക് പോയാലോ. വായോ. നേരത്തെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. 7 മണിക്കായിരുന്നു ഫസ്റ്റ് ട്രിപ്പ്. അപ്പോൾ ഇനിയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതോടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ രാവിലത്തെ ഈ 7 മണിത്തെ ട്രിപ്പ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് സൂക്ഷിച്ച് വേണം ബുക്ക് ചെയ്യാൻ. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ട് പെട്ടുകയാണ് ഇവിടെ. നമ്മളിപ്പോൾ ആ സമയം കാൽക്കുലേറ്റ് ചെയ്ത് 6 മണിയായപ്പോൾ ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ തലേദിവസം തന്നെ വിളിച്ച് പറഞ്ഞു, അവർ രാവിലത്തെ 7 മണിയുടെ ബുക്കിംഗ് ക്യാൻസലാണ്, ആ ട്രിപ്പ് നിങ്ങൾക്ക് നേരെ 9 മണിത്തേക്ക് ആക്കി തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓൾറെഡി എല്ലാം അതിന് മുമ്പത്തെ ബസ്സും കാര്യങ്ങളൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ കുറച്ച് കൺജസ്റ്റഡ് ആയി, മീൻസ് നമ്മുടെ പ്ലാനൊക്കെ ഒന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്, എല്ലാം സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകും. വായോ. അപ്പോൾ നമ്മൾ പറഞ്ഞ നീലക്കൊമ്പൻ എന്ന് പറഞ്ഞ സാധനം ഇതാണ്ടോ, KSRTC പുതിയ റോയൽ വ്യൂ വണ്ടിയാണ്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് കേട്ടോ, നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. എന്നൊരു ഭംഗിയാണല്ലോ ഞാൻ കാണാൻ, നല്ല രസമുണ്ട്. ആ പെയിൻറ്റിൻ്റെ ഒരു എഫക്റ്റാന്ന് തോന്നുന്നു. അപ്പോൾ ബുക്ക് ചെയ്തവരെല്ലാവരും പതുക്കെ കയറി അവനൊരു സീറ്റൊക്കെ തപ്പി പിടിച്ചിരിക്കാനുള്ള പരിപാടികളിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ടൈം ഷെഡ്യൂൾ മാറ്റി. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, ലേഡീസിനുള്ള ബാത്റൂമുള്ള സംഭവങ്ങളും ഫുൾ ലോക്ക്ഡ് ആയിരുന്നു. അവർ ഫാമിലിയൊക്കെ വന്നിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ വേറെ ആരെയൊക്കെ നേരെ വിളിച്ചു പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് തുറന്നത്. അതൊക്കെ അത് പോട്ടെ. നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മൂന്നാറിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ കുറിച്ചാണ്. രാവിലെ നല്ല തണുപ്പായിരുന്നു. അതുപോലെ നമുക്ക് അങ്ങോട്ട് എന്താ പറയുക, നമ്മൾ ഇത്രയും തണുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടോ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഈ തണുപ്പത്ത് നമുക്ക് ഇവിടെ ഒരു ഷെൽട്ടറോ കാര്യങ്ങളോ, അതായത് ഒരു വെയിറ്റിംഗ് റൂമോ സംഭവങ്ങളോ ഒന്നുമില്ല ഇവിടെ മൂന്നാറിൽ, ഈ മൂന്നാറ് ഡിപ്പോയിൽ. അത് ചിലപ്പം ഇവരുടെ ബിസിനസ് സംഭവം വെച്ചിട്ട് തന്നെയായിരിക്കും. കാരണം ഇവിടെ സ്ലീപ്പർ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം. എനിവേ, നിങ്ങൾ മൂന്നാർ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചൊക്കെ ചോദിച്ചിട്ടൊക്കെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതുപോലെ ടൈം ഷെഡ്യൂൾ മാറിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഫാമിലിയൊക്കെ ഇട്ടൊക്കെ വന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ KSRTC റോയൽ വ്യൂവിൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അകത്തെ സംഭവം നോക്കാം. വാ. 35-36 മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. ഇതാണ് ഇതിൻ്റെ താഴത്തെ ഫ്ലോർ. താഴത്തെ ഫ്ലോറിൽ സീറ്റിംഗ് ഇച്ചിരി കുറവാണ് തോന്നുന്നു. പായോ, ഇനി നമ്മുടെ സീറ്റിലേക്ക് പോകും. അപ്പോൾ മേളിലേക്ക് പോകാനായിട്ട് നമുക്കിത് ഈ ചെറിയൊരു സ്റ്റെയർ ആയിട്ടുള്ളത്. ഈ സ്റ്റെയർ ഒരു മേളിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫുൾ ഗ്ലാസ്സാണ്. നമുക്ക് 360 ഡിഗ്രി നമുക്ക് കാണാൻ പാകത്തിന് ഫുൾ വ്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ താഴത്തെ സീറ്റിംഗ് കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ മേളിലാണ് സീറ്റിംഗ് കൂടുതലുള്ളത്. മേളിലെ സീറ്റിന് 400 രൂപയും താഴത്തെ സീറ്റിന് 200 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യണത്. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളിതിൻ്റെ ഡോർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. വേറെ ഒന്നും കൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പ്രൈവറ്റ് ബസ്സിനൊക്കെ ഓട്ടോമാറ്റിക് ഡോർ ഇല്ലാഞ്ഞിട്ട് അവരുടെ പെർമിറ്റ് കട്ട് ചെയ്ത നമ്മുടെ മന്ത്രി തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഡോർ എന്ന് പറയുമ്പോൾ അതിനൊന്നുമില്ല, ഒരു ഓപ്പൺ സ്പേസ് മാത്രമാണുള്ളൂ. അപകട സാധ്യത കൂടുതലുള്ളൊരു സംഭവം തന്നെയാണത്. അത് എത്രയും പെട്ടെന്ന് മാറ്റട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സ്പീക്കറും ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പീക്കറും മൈക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വയസ്സ് മൂന്നാറിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ഹൈറ്റിൽ മൂന്നാർ കണ്ടിട്ടില്ല. അതൊരു പ്രത്യേക അനുഭവം തന്നെയായിട്ട് എനിക്ക് തോന്നി.
അപ്പോൾ നമ്മുടെ റോയൽ വ്യൂ ബസ്സിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇത് ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നത്, എവിടേക്കാണ് നിർത്തുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ മനയായിട്ട് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് അത് കേട്ടാലോ. ഇത് കഴിഞ്ഞ 8-ാം തീയതി മന്ത്രി ND ഒക്കെ കൂടി വന്ന് ഉദ്ഘാടനം ചെയ്ത ഡബിൾ ഡെക്കർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സാണ്. അതിന് ട്രിപ്പ് നമ്മൾ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയൊക്കെ വന്നിട്ട് ആനയിറക്കൽ ഡാമിൻ്റെ അവിടം വരെ വരും. അവിടുന്ന് പോരുമ്പോൾ മൂന്നാറിൻ്റെ എല്ലാ ഭംഗികളും ആസ്വദിച്ച് ടോപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ടോപ്പ് 360 ഡിഗ്രി ഇതിൽ നമുക്ക് വ്യൂ കിട്ടും. കൂടാതെ നല്ലൊരു അനുഭവമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോരുമ്പോൾ ആദ്യം സിഗ്നൽ പോയിൻ്റ് നിർത്തും. അതിനുശേഷം ഫോട്ടോ പോയിൻ്റ് നിർത്തി സ്ഥലങ്ങളെ കാണാനുള്ള സംവിധാനമുണ്ട്. അതിനുശേഷം ഗ്യാപ്പ് റോഡ് നിർത്തും. ഗ്യാപ്പ് റോഡിൻ്റെ വ്യൂ പോയിൻ്റ് കിട്ടും. പിന്നെ മലയക്കള്ളൻ കേവ്സ്. ഇപ്പോൾ വന്നിട്ട് വേനൽക്കാലം ആയ കാരണം വെള്ളത്തിൻ്റെ കുറവുണ്ട്. അല്ലെങ്കിൽ പെരിയനാൽ വാട്ടർഫാൾസ് നല്ലൊരു സ്പോട്ടാണ്. അതിനുശേഷം ഇവിടെ ഓറഞ്ച് പ്ലാന്റ്, ഇത് നമ്മുടെ പുറകെ കാണുന്നത് ഓറഞ്ചിൻ്റെ മരമാണത്. അതിനുശേഷം നമ്മൾ ആനയിറക്കൽ ഡാമിൻ്റെ ടോപ്പ് വരെ പോയിട്ട് റിട്ടേൺ 3 മണിക്കൂർ കൊണ്ട് ഒരു ട്രിപ്പ് അവസാനിക്കും. റൗണ്ട് ട്രിപ്പ് 3 മണിക്കൂർ കൊണ്ട് അവസാനിക്കാവുന്ന രീതിയിലാണ് നിലവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ്. അവർ നമുക്ക് 10 മിനിറ്റ് വണ്ടി നിർത്തി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ വ്യൂ ഒന്ന് കാണിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 7 മണിക്കത്തെ ആ ഒരു വ്യൂ പറഞ്ഞെങ്കിൽ ഇത്രയും വെയിലൊന്നും ഉണ്ടാവില്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോയിലും കാണാൻ പറ്റിയാനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ആസ്വദിക്കുക, പോവുക. അവൻ്റെ കിടപ്പ് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. ആ നീല കളറും ഫുൾ ഗ്ലാസും ശരിക്കും പറഞ്ഞൊരു റോയൽ വ്യൂ തന്നെയാണ് ഉണ്ടാവും. പേരെന്തായാലും കറക്റ്റ് പേരാണ് ഉള്ളിട്ടാണ്. 9 മണിക്ക് ആദ്യത്തെ ട്രിപ്പും അതിനുശേഷം 12-നും 12:30 ഇടയ്ക്ക് രണ്ടാമത്തെ ട്രിപ്പും മൂന്നാമത്തെ ട്രിപ്പ് 4 മണിക്ക് പോകാൻ പാകത്തിനാണ് നിലവിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിന് അപ്പർ ഡെക്കർ 400 രൂപയും ലോവർ 200 രൂപയാണ് ഇപ്പോൾ നിലവിൽ ഫീസ് നിശ്ചയിക്കുക, ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ പോകുന്നു. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ ഉച്ച സമയത്ത് നല്ല ചൂടാണ്. ചൂടിൻ്റെ ആനുപാതികമായിട്ട് തണുപ്പ് രാത്രി അനുഭവപ്പെടുന്നുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് എങ്ങനെയുണ്ട്? നല്ല ഇതാണ്. കുറച്ച് മിസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു വൈബായിരുന്നു. അത് ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ അങ്ങനെ ആവുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഇത് പറയാൻ പറ്റില്ല. മൂന്നാറിനെ സംബന്ധിച്ചത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ചായി വരാം. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് മിസ്റ്റ് കയറി വരും, അതേമാതിരി തന്നെ മിസ്റ്റ് മാറിപ്പോവുകയും ചെയ്യും. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മൂന്നാർ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി തന്നെയാണ്. അതുകൊണ്ട് അത് ഞാൻ പിന്നെയും കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണില്ല. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. പിന്നെ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മേളിൽ ഞാൻ പറഞ്ഞില്ല 360 ഡിഗ്രി ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കുന്നുണ്ട്. മേളിലെ ഗ്ലാസ്സിന് ചെറിയൊരു കൂളിംഗ് കോട്ടിങ് ഉണ്ടെങ്കിൽ കൂടി ഇത്രയും വെയിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുമല്ലേ, നല്ല ചൂടുണ്ട്. ശരിക്കും 400 രൂപയ്ക്ക് ഇത് വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. മീൻസ് ഈ മേളിലെ ആ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചൂടാണ്. അതുപോലെ തന്നെ ജസ്റ്റ് വൺ ടൈം എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ പിന്നെയും വന്ന് കാണാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. രാജാവിന് എന്ത് ക്യൂ എന്ന് ചോദിക്കുമ്പോൾ ആ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടോ. ഒരു കാര്യം റോയൽ വ്യൂ ആണെങ്കിലും ടോൾ അടച്ച് തന്നെ വേണം പോകാൻ. അകത്തെ വെയിലുണ്ടാവും, നല്ല വെയിലാണ്. ആ രാവിലത്തെ തണുപ്പൊക്കെ അങ്ങ് മാറി ഫുള്ള് മൊത്തത്തിൽ ചൂടായി. ഈ ചൂടത്ത് ഈ വെയിലത്ത് ഇങ്ങനെ ഇരുന്ന് കാഴ്ച കാണുകയാണെങ്കിൽ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് മാത്രമാണ്. എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ തിരക്കിലാണ് കേട്ടോ. എന്തായാലും മൂന്നാർ ഇത്ര ഹൈറ്റിൽ നിന്ന് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് ആ എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫീൽ കിട്ടുള്ളൂ. കാരണം നമ്മൾ ഇത്രയും നാൾ ചെറിയ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും KSRTCയിലാണെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു ഡബിൾ ഡെക്കർ വണ്ടിയിൽ മേളിലിരുന്നിട്ട് ഇത്ര ഹൈറ്റിൽ നിന്നിട്ട് നമ്മൾ മൂന്നാറൊന്ന് കണ്ടു നോക്കി, നല്ല അടിപൊളിയാണ്. ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കാനും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കേണ്ടവർക്ക് കഴിക്കാനും വേണ്ടിയിട്ട് ഒരു കട നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയും അത്യാവശ്യം ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. അതുപോലെ അതിന് ചേർന്നൊരു കേവൊക്കെ ഉണ്ട്. റോക്ക് കേവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. മുമ്പിൽ പോയതൊരു ഫാമിലിയാണ് കേട്ടോ. അവർ ആ ഇരുട്ടൊക്കെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ച് അവിടെ തന്നെ നിന്നു. അവർക്ക് അകത്തേക്ക് പോകാനൊരു പേടി. അപ്പോൾ ആകെ ഒരാൾക്ക് കടന്നു പോകാനുള്ള ഗ്യാപ്പാണ് നമുക്ക് ആ വഴിക്കുള്ളൂ. നമ്മൾ പിന്നെ ഒത്തിരി റിസ്ക് എടുക്കാൻ പോയില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഒരു യൂറിൻ ഷെഡിലേക്ക് കയറിയൊരു സ്മെല്ലായിരുന്നു അതിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാനും അകത്തേക്ക് ഒത്തിരി പോകാൻ നിന്നില്ല.
ഇതാണ് ആനയിറങ്കൽ ഡാം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. വണ്ടി ഇവിടുന്ന് പിന്നെ റിട്ടേൺ ആണ്. ആനയിറങ്കൽ ഡാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ അരിക്കൊമ്പൻ തന്നെയാണല്ലേ. അരിക്കൊമ്പനെ ഓടിച്ചിട്ട് പിടിച്ചതും പുള്ളി വിരഹിച്ച് നടന്ന സംഭവമൊക്കെ എല്ലാം ഇവിടെ തന്നെയാണ്. നമ്മുടെ ലാസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ആനയിറക്കൽ ഡാമിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടുന്ന് റിട്ടേൺ പോവാം. എല്ലാവർക്കും ഇവിടെ ഇറങ്ങി പെട്ടെന്ന് പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടുത്തെ ഞങ്ങൾ വണ്ടി കൊണ്ടേ തിരിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതാണ് ആനയിറങ്കൽ ഡാം. നമ്മളിപ്പോൾ വന്ന് ആനയിറങ്കൽ ഡാം വരെ എത്തി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ സ്ഥലത്തിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് അരിക്കൊമ്പനെ പിടിച്ചത്. അരിക്കൊമ്പൻ വിരഹിച്ച് നടന്ന സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെയാണ് എത്തിയേക്കണേ. കുറേ ഓറഞ്ച് പ്ലാന്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഓറഞ്ച് ഇല്ല. എനിക്ക് ഈ ട്രിപ്പിൽ ഇവർ ഇത്രയും ഇതിനു മുമ്പ് കുറേ സ്റ്റോപ്പുകളൊക്കെ നിർത്തിയെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് ചെയ്താറുണ്ടോ. നല്ല അടിപൊളിയാണ് ഇവിടെ ആനയിറങ്കൽ ഡാമിലെ വെള്ളവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവരാണെന്ന് നമ്മുടെ ട്രിപ്പിലുണ്ടായിരുന്ന ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഹാപ്പിയാണ്. മൈക്ക് നൈസായിട്ട് ഓഫായിപ്പോയി ഗൈസ്. ഇനി നമ്മളിപ്പോൾ മൂന്നാറിലൊന്ന് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണിത്. ട്രിപ്പ് കഴിഞ്ഞ് ഇറങ്ങി നല്ല വെയിലാണ്. അപ്പോൾ നമുക്ക് വെയിലത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു അത്. ഓക്കെ, എനിവേ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. വായോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ല ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മേളിൽ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൽ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് നല്ല ചൂടടിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ക്ലൈമറ്റ് ഉച്ചയാകുമ്പോൾ ഈ സമയത്തില്ല. അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല അറിയാവുന്ന അത്യാവശ്യം ഒരു നോളജ് ഉള്ളൊരു ഗൈഡും കൂടി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരിക്കും. ഈ ഗൈഡ് ഈ പറയുന്ന എല്ലാവരെയും ഒന്ന് കൂട്ടിച്ചേർത്ത് ഒരു ചെറിയൊരു പാട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു മരണ വീട്ടിലിരിക്കുന്ന സെറ്റപ്പ് ആയിരുന്നു. കുറച്ച് പേര് അങ്ങോട്ട് പോകുന്നു, കുറച്ച് പേര് ഇങ്ങോട്ട് പോയി കാഴ്ചകൾ കാണുന്നു. അങ്ങനെ പോയിട്ട് നമ്മൾ അങ്ങനെ തന്നെ തിരിച്ചു വരിക ചെയ്യണം. അതുപോലെ നമ്മൾ ബുക്ക് ചെയ്തത് രാവിലെ 7 മണിക്കത്തെ ട്രിപ്പായിരുന്നു. ഈ 7 മണിക്കത്തെ ട്രിപ്പ് ഞാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം മൂന്നാറിലെ ക്ലൈമറ്റും ആ സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമ്മൾ അപ്പോഴത്തേക്കും തലേദിവസം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ആളില്ല, അതുകൊണ്ട് ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് 9 മണിക്കത്തേക്ക് അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ സങ്കടം വന്നു. കാരണം ഈ ക്ലൈമറ്റ് നമുക്ക് മനസ്സിലാവും, ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ആ സമയം നമ്മൾ രാവിലത്തെ ട്രിപ്പ് വരുവായിരുന്നെങ്കിൽ ഒരു അടിപൊളിയായിട്ട് നമുക്കൊരു പച്ചപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റിയായിരുന്നതിന്. എനിവേ പുള്ളി കഴിഞ്ഞ് തലേദിവസം വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നമുക്കിത് 9 മണിക്കത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഓൾറെഡി അവിടെ നിന്ന് KSRTC ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഈ സമയത്ത് ഞാനൊരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനിപ്പോൾ എന്നെ ജസ്റ്റ് ഒരു ചായ പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും 9 മണി ആവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പോഴത്തുള്ള തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു. ഞങ്ങൾ എന്താ പറയുക, നമ്മൾ വേറെ ജാക്കറ്റോ കാര്യങ്ങളൊന്നും എടുക്കാണ്ടായിരുന്നു വന്നത്. പക്ഷേ ക്ലൈമറ്റ് അടിപൊളിയാണ്. രാവിലെ ഒരു 8:30 വരെ ക്ലൈമറ്റ് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ട്രിപ്പ് ഇച്ചിരി ശോകമായിട്ട് എനിക്ക് തോന്നി. അതും നമ്മൾ മേളിലിരുന്നുകൊണ്ട് ഭയങ്കര വെയിലും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ നിങ്ങളെപ്പോഴും ട്രിപ്പ് ഇവിടുത്തെ നമ്മൾ ഈ റോയൽ വ്യൂ എടുക്കാൻ നേരത്ത് ഒന്നെങ്കിൽ രാവിലത്തെ ട്രിപ്പ് എടുക്കുക, അതല്ലെങ്കിൽ വൈകിട്ടത്തെ ട്രിപ്പ് എടുക്കുക. ഈ സമയത്ത് 9 മണി 12 മണി ആ ഇടയ്ക്കുള്ള ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ താഴത്തിരിക്കണം. താഴത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. നമുക്ക് സാധാരണ നമ്മൾ ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളത് തന്നെ വേറെ കാര്യങ്ങളായിട്ടൊന്നുമില്ല. അപ്പോൾ വരുമ്പോൾ അന്ന് അപ്പോൾ റോയൽ വ്യൂ ക്യാബിലേക്ക് വന്നവർ ജസ്റ്റ് മുൻകൂട്ടി ഒന്ന് ചോദിച്ചേക്കുക. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ 6 മണിക്കത്തല്ല 7 മണിക്കത്തെ ട്രിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആക്കുക. അതൊരു മസ്റ്റ് വ്യൂ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് താഴത്തെ കമൻറ്റ് അടിക്കുക. നമുക്ക് എന്തായാലും നമുക്കത് മിസ്സായി. അപ്പോൾ നമ്മുടെ സർക്കാർ പുതിയതായിട്ട് ഇറക്കിയ റോയൽ വ്യൂ ക്യാബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും രാവിലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ വൈകിട്ട് എക്സ്പീരിയൻസ് നോക്കുക. അതിൻ്റെ ഇടയ്ക്കുള്ള ട്രിപ്പ് ഒരു കാരണവശാലും എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എടുക്കുക, വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.